ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന CPO എക്സാമിന് കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണമാണ്. അപ്ലൈ ചെയ്തവരുടെ എണ്ണം, അതുപോലെ അതിനുശേഷം കൺഫർമേഷൻ നൽകാൻ വന്നിട്ടുണ്ടായിരുന്നു, അത് നൽകിയതിന് ശേഷമുള്ള എണ്ണമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വുമൺ CPOൻ്റെയും ഇതിൽ പറയുന്നുണ്ട്, നോക്കാം എന്തായാലും നമുക്ക്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പോലീസ് കോൺസ്റ്റബിൾ 57,362 അപേക്ഷ അസാധു എന്ന് പറയുന്നുണ്ട്. 57,362 അപേക്ഷ അസാധു എന്ന് പറയുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകാത്തതിനാൽ സിവിൽ പോലീസ് ഓഫീസറുടെ പുരുഷ ബറ്റാലിയനുകളിലേക്കുള്ള 26,823 അപേക്ഷകളും അതുപോലെ വനിതാ ബറ്റാലിയനിലേക്കുള്ള 30,539 അപേക്ഷകളും PSC അസാധുവാക്കി. ഇത്രയും കൺഫർമേഷൻ കൊടുക്കാത്തവരാണ്. CPO 26,823 പേരും അതുപോലെ WCPO 30,539 അപേക്ഷകളും PSC അസാധുവാക്കി. അവർ കൺഫർമേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പം ജൂലൈ 26 നടത്തുന്ന പുരുഷ പോലീസ് പരീക്ഷ എഴുതാൻ 1,03,769 പേർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം CPOയ്ക്ക് 1,00,000 എല്ലാം കൂടെ എല്ലാ ബറ്റാലിയനും കൂടെ ചേർത്ത് 1,03,769 പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂലൈ 19 നടത്തുന്ന വനിതാ പോലീസ് പരീക്ഷ എഴുതുന്നത് 1,23,575 പേരാണ്. അപ്പോൾ WCPOയ്ക്ക് 1,23,575 പേരും കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ബറ്റാലിയൻ വൈസ് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ അച്ചടി പകർപ്പും അംഗീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ അസലുമായി കൃത്യസമയത്ത് പരീക്ഷാ ഹാളിലെത്തണം. അതുപോലെ ജൂലൈ 19 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ. ഇതിന് 1,54,114 അപേക്ഷകളാണ് ലഭിച്ചത് അല്ലേ. അപ്പോൾ അപേക്ഷകൾ മൊത്തം 1,54,114 പേരാണ് അപേക്ഷിച്ചിരുന്നത്. അതിൽ നിന്ന് 30,539 പേര് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല. അപ്പോൾ 30,539 പേര് കൺഫർമേഷൻ കൊടുത്തില്ല. ജൂലൈ 26 പുരുഷ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സമയവും ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ്. ഇതിന് 1,30,592 പേർ അപേക്ഷിച്ചിരുന്നു. അവരിൽ 1,03,769 പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകി. അപ്പോൾ അപേക്ഷിച്ചിരുന്നവർ 1,30,592, കൺഫർമേഷൻ കൊടുത്തത് 1,03,769. ഇവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുകയുള്ളൂ. ഇപ്പോൾ ഉറപ്പ് നൽകാത്ത 26,823 പേരുടെ അപേക്ഷ PSC അസാധുവാക്കി. ഇവർക്കിനി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നടപടികളിൽ പങ്കെടുക്കാനാകില്ല. വനിതകളുടെയും പുരുഷന്മാരുടെയും പരീക്ഷകൾ OMR രീതിയിലാണ്. 1.5 മണിക്കൂർ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ വനിതകൾക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 5 മുതലും പുരുഷന്മാരുടേത് ജൂലൈ 11 മുതലും പ്രൊഫൈലിൽ ലഭ്യമാക്കും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോളണം. WCPOൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 5 മുതലും അതുപോലെ തന്നെ CPOൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 11 മുതലും പ്രൊഫൈലിൽ ലഭ്യമാക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ പരീക്ഷാ കലണ്ടറിനൊപ്പമുള്ള ലിങ്കിലൂടെ പാഠ്യപദ്ധതി മനസ്സിലാക്കി പരിശീലനം നടത്താം. അതായത് സിലബസിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾറെഡി കലണ്ടർ വന്നതാണ്, ജൂലൈയിൽ കലണ്ടർ വന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. പിന്നീട് പുരുഷ വനിതാ സിവിൽ പോലീസ് ഓഫീസർ വിജ്ഞാപനത്തിന് ഇത്തവണ അപേക്ഷകർ കുറവായിരുന്നു. ഇപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനുള്ള കാരണമൊക്കെ നിങ്ങൾക്കറിയാം. വേക്കൻസിയും അതിനനുസരിച്ച് കുറയുന്നുണ്ട്, കോമ്പറ്റീഷൻ ലെവൽ കൂടുതലാണ്. അപ്പോൾ 7 ബറ്റാലിയനുകളിലേക്കുള്ള പുരുഷ സിവിൽ പോലീസ് ഓഫീസർക്ക് കഴിഞ്ഞ വിജ്ഞാപനത്തിന് 1,69,051 അപേക്ഷകൾ ലഭിച്ചതാണ്. 38,459 അപേക്ഷകളുടെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1,00,000 എല്ലാം കൂടെ 1,69,051 പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും കുറഞ്ഞു വരുവാണ്. അപ്പോൾ വനിതാ പോലീസിലേക്ക് കഴിഞ്ഞ തവണ 1,78,616 അപേക്ഷകൾ ലഭിച്ചിരുന്നു. 24,502 എണ്ണത്തിൻ്റെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. അപ്പം WCPOയും കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷകരുടെ എണ്ണം കുറവാണ്. പുരുഷ പോലീസിനേക്കാൾ അപേക്ഷകർ ഇത്തവണയും വനിതാ പോലീസിലേക്കാണ്. ഇപ്പം CPOനെക്കാട്ടിയും വുമൺ CPO ആണ് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതൽ. അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. പോലീസ് റാങ്ക് പട്ടികയ്ക്ക് 1 വർഷമാണ് കാലാവധി. ഒരു വിജ്ഞാപനത്തിൻ്റെ റാങ്ക് പട്ടിക നിലവിൽ വരും മുമ്പ് പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതാണ്. യൂണിഫോം സേനകളിൽ PSCയുടെ രീതി. കഴിഞ്ഞ ഡിസംബർ 31 പുരുഷ വനിതാ
സിവിൽ പോലീസിൻ്റെ പുതിയ വിജ്ഞാപനം വന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. പിന്നെ MSPയിലേക്കായിരുന്നു കൂടുതൽ അപേക്ഷ എന്ന് പറയുന്നുണ്ട്. 25,232 എണ്ണം MSPയിലാണ് ഏറ്റവും കൂടുതൽ പേര് അപേക്ഷിച്ചിരുന്നത്. അതുപോലെ കൂടുതൽ പേര് പരീക്ഷ എഴുതുന്നതും ഇവിടെ തന്നെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തതും അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുത്തതും എണ്ണം കൂടുതൽ MSP തന്നെയാണ്. അതുപോലെ തന്നെ ഇടുക്കി KAP 5ലേക്ക് ലഭിച്ച 13,499 എണ്ണമാണ് ഏറ്റവും കുറവ്. അപ്പം അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഏറ്റവും കുറവ് KAP 5 ആണ്. ഇവിടെയാണ് ഏറ്റവും കുറച്ച് പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയത്. ഇപ്പോൾ KAP 5 തന്നെയാണ് കൺഫർമേഷൻ കൊടുത്തിട്ട് ഏറ്റവും കുറവ് കൺഫർമേഷൻ വന്നിട്ടുള്ളതും KAP 5 ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേര് എഴുതുന്നത് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് MSPയും ഏറ്റവും കുറവ് KAP 5. ഇനി നമുക്ക് ഓരോ ബറ്റാലിയനിലും അപ്ലൈ ചെയ്തവരുടെ എണ്ണം കൂടി നോക്കാം. അപ്പോൾ ഇതാണ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം. ബറ്റാലിയൻ, അതിൻ്റെ ആസ്ഥാനം, അപേക്ഷകർ, അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുത്തവർ, അതുപോലെ എത്ര പേര് അസാധുവായി എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ KAP 1 ബറ്റാലിയൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളമാണ്. അപ്പോൾ അവിടെ അപേക്ഷിച്ചത് 17,203 പേരാണ്. അതിൽ കൺഫർമേഷൻ കൊടുത്തവർ 13,455 പേര്, അസാധുവായത് 3,748 അപേക്ഷകളാണ്. അടുത്തത് KAP 2 ബറ്റാലിയൻ, അതിൻ്റെ ആസ്ഥാനം വരുന്നത് തൃശ്ശൂരാണ്. അപേക്ഷകർ 17,489 അപേക്ഷകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഉറപ്പ് നൽകിയവർ അഥവാ കൺഫർമേഷൻ കൊടുത്തത് 13,705 പേര്, അസാധുവായത് 3,784. അടുത്തത് KAP 3 ബറ്റാലിയൻ, അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. അപേക്ഷ എന്ന് പറയുന്നത് 17,508 പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്തത് 14,232 പേരാണ്, അസാധുവായത് 3,276 പേര്. അടുത്തത് KAP 4 ബറ്റാലിയൻ, കാസർഗോഡാണ് ആസ്ഥാനം. അപേക്ഷകളെന്ന് പറയുന്നത് 16,121 പേര്. അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്തത് 12,916 പേര്, അസാധുവായത് 3,205 അപേക്ഷകളാണ്. അടുത്തത് KAP 5 ബറ്റാലിയൻ, ആസ്ഥാനം ഇടുക്കിയാണ്. അപേക്ഷകൾ 13,499 പേര്. അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്തത് 11,055 പേര്, അസാധുവായത് 2,444 പേര്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തതും അതുപോലെ തന്നെ കൺഫർമേഷൻ ഏറ്റവും കുറവും KAP 5 ആണ്. ഇടുക്കി ആസ്ഥാനമായ KAP 5 ബറ്റാലിയനിലാണ്. അത് കഴിഞ്ഞ് SAP ആണ്. SAPയുടെ ആസ്ഥാനം, SAP ബറ്റാലിയൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്ലൈ ചെയ്തവരുടെ എണ്ണം 23,540 പേര്. അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്തവർ, എഴുതാൻ ഉറപ്പ് നൽകിയവർ 18,889 പേര്, അസാധുവായത് 4,651 അപേക്ഷകളാണ്. അത് കഴിഞ്ഞ് MSP ബറ്റാലിയൻ, ആസ്ഥാനം മലപ്പുറമാണ്. അപേക്ഷകൾ 25,232 പേര് അപേക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്തത് 19,517 പേര്, അസാധുവായത് 5,715 അപേക്ഷകളാണ്. അങ്ങനെ ആകെ മൊത്തം 1,30,592 പേരാണ് CPO എക്സാമിന് അപേക്ഷിച്ചത്. അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്തത് 1,03,769 പേര്, അസാധുവായത് 26,823 അപേക്ഷകളാണ്. അപ്പോൾ ഇതാണ് CPOൻ്റെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം. ഇനി അടുത്ത വനിതാ പോലീസ് WCPOൻ്റെയാണ് നോക്കുന്നത്. അത് 1,54,114 പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്തത് 1,23,575 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. 30,539 അപേക്ഷകൾ അസാധുവായെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് CPO WCPOൻ്റെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം, അതുപോലെ അതിൽ നിന്ന് പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഈ ഓരോ വർഷം കഴിയുന്തോറും അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുവാണ്. എന്നാലും കോമ്പറ്റീഷന് വ്യത്യാസമൊന്നും തന്നെ ഇല്ല. നല്ല ഹൈ ലെവൽ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. കാരണം നിങ്ങൾ കഴിഞ്ഞ CPO എക്സാമൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം കട്ട് ഓഫുകളൊക്കെ എങ്ങനെയാണ് ഓരോ വർഷം കഴിയുന്തോറും പോകുന്നതെന്ന്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് എത്താൻ ശ്രമിക്കുക. ഓക്കെ, വേക്കൻസിയും കുറഞ്ഞു വരുവാണ്. അപ്പം മാക്സിമം ടോപ്പ് റാങ്കുകളിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക.